ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നേരത്തെ നിർത്തിയെടുത്തുനിന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം കുറ്റാലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ തന്നെ വണ്ടിയെടുത്ത് കുറ്റാലത്തേക്ക് പോവുക. ഞങ്ങൾ കൊല്ലത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കൊല്ലത്തുനിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറ്റാലത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും. ഞങ്ങൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് നമ്മുടെ റോഡിൻ്റെ 2 സൈഡ് നല്ല പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല തണുത്ത കാറ്റുമുണ്ട് പോണ വഴിക്ക്. ഇതാ റോഡ് സൈഡിൽ ഈ നടക്കുന്നത് നമ്മുടെ പനങ്കരിക്കിൻ്റെ കച്ചവടമാണ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് ഇത് കാണാനായിട്ട് പറ്റും. കുരങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാട്ടിൽ നിന്ന്. മിക്കവാറും കാണുന്ന ഒരു കാഴ്ചയാണല്ലേ നമ്മൾ എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുമ്പോൾ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡിൻ്റെ പാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുരങ്ങന്മാർ ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും നമ്മൾ പോകുന്നവർ സൂക്ഷിക്കുക. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പാക്കറ്റുകളോ സാധനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഫുഡിൻ്റെ പൊതിയാണെന്ന് കരുതി അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വന്ന റോഡാണ് താഴെ കാണുന്നത്. ഒരു കൊച്ചു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നിർത്തി നോക്കിയതാണ്. ഇന്നെന്തായാലും നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി. നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇറങ്ങിയത് 2025 ഓഗസ്റ്റ് ആ സമയത്താണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ കുറവാണ്. നമ്മൾ ഏകദേശം കുറ്റാലത്തേക്ക് എത്താറായി. ഇതാ നമ്മൾ കുറ്റാലം എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുറ്റാലം. അങ്ങോട്ടേക്ക് പോണ വഴിയിൽ ഇതാ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ ഫുഡിൻ്റെ ചായയുടെയൊക്കെ കുറേ കടകളുണ്ട്. ചെരുപ്പുകൾ, ബാഗുകൾ വെക്കുന്ന കട, അങ്ങനെ ഒരുപാട് ടൈപ്പ് കടകളുണ്ട്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ട്. ഒരുപാട് പേര് കുളിച്ചിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കുറ്റാലത്തെ പ്രധാനപ്പെട്ട വാട്ടർഫോള്, മെയിൻ ഫോള്. ഇപ്പോൾ സന്ദർശകർക്ക് ഇവിടെ വിലക്കൊന്നുമില്ല, കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങോട്ട് ടൂറിസ്റ്റിനെ ആരും കടത്തി വിടത്തില്ല, കാരണം നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം വീഴുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടുത്തെ കറക്റ്റ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയം. ഇവിടുത്തെ കറക്റ്റ് സീസണും അത് തന്നെയാണ്. നമ്മൾ കൊല്ലത്ത് നിന്നും ട്രെയിൻ മാർഗം തെങ്കാശി എത്തുവാണെങ്കിൽ തെങ്കാശിയിൽ നിന്ന് കുറ്റാലത്തേക്ക് ബസ്സുണ്ട്. വളരെ അടുത്താണ്. നമുക്ക് ബസ് മാർഗം കുറ്റാലം വാട്ടർഫോൾസിലേക്ക് എത്താനായിട്ട് പറ്റും. കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്കിവിടെ വളരെ എളുപ്പം എത്താൻ പറ്റും. സാധാരണ കൊല്ലത്ത് പാലരുവിയൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ ഡയറക്റ്റ് വരുന്ന ഒരു ലൊക്കേഷനാണ് കുറ്റാലം. പിന്നെ അവിടെ നിന്ന് തിരുമലക്കോവിൽ അങ്ങനെയുള്ള ഏരിയയിലേക്ക് നമുക്ക് പോകാനായിട്ട് എളുപ്പമാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഉച്ച സമയമാണ്. ഒരുപാട് പേര് കുളിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ പോണ വഴിക്ക് കണ്ട ഒരു സൂര്യകാന്തി പാടമാണ്. സൂര്യകാന്തിയൊക്കെ നല്ല വെയിൽ കൊണ്ട് വാടി നിൽക്കുകയാണ്. ഫ്ലവേഴ്സൊക്കെ ആയി വരണേ ഉള്ളൂ. കുറ്റാലത്ത് നമ്മൾ ഇറങ്ങി ഇനി നേരെ പോണത് തിരുമലക്കോവിൽ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്കാണ്. ഒരു മലയുടെ മുകളിലുള്ള അമ്പലം. എല്ലാവർക്കും അറിയാം. തിരുമലക്കോവിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തന്നെ ഉൾപ്പെടുന്ന സെന്താമരൈക്കണ്ണി മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള മുരുകൻ ക്ഷേത്രമാണ്. കടമ്പവൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കാറ്റും നല്ല ആംബിയൻസും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നല്ല ഗ്രീനറി, നല്ല മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. 99% ഇവിടെ കല്ലുകൊണ്ട് തന്നെയാണ് എല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം തിരുമലക്കോവിൽ ധ്യാനം ചെയ്തിരുന്ന ഒരു സന്യാസിയുടെ
ഭക്തിയിൽ പ്രസന്നനായി ഭഗവാൻ മുരുകൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. എത്ര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. ഏകദേശം 1500 അടി മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ആ ചെറിയ ബുഷ് പോലെ കാണുന്നതൊക്കെ തെങ്ങിൻ തോപ്പുകളാണ്. ഇവിടേക്ക് എത്താനായിട്ട് 625 പടികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിങ്ങോട്ട് നടന്നും കയറാം, അല്ലാണ്ട് മുകളിലേക്ക് വണ്ടി എത്താനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. വണ്ടി കയറാനായിട്ട് ചെറിയൊരു ഫീസുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വണ്ടിയിൽ തന്നെ മുകളിൽ വരെ എത്താനായിട്ട് ഇപ്പോൾ പറ്റും. ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഇത് മഴവെള്ളം തന്നെയാണ് തങ്ങി നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ട് അവരിത് പരിപാലിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് അവർ നോക്കുന്നുണ്ട്. തൃക്കാർത്തിക, അതുപോലെ തൈപ്പൂയം തുടങ്ങിയവയാണ് ഇവിടെ വലിയ ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കാറ്. വലിയ ജനത്തിരക്കായിരിക്കും ആ സമയങ്ങളിൽ ഇവിടെ അനുഭവപ്പെടുന്നത്. കുറ്റാലത്ത് വരുന്നവർ ഈ ഒരു സ്പോട്ട്, അതായത് തിരുമലൈക്കോവിൽ വരാനായിട്ട് മറക്കരുത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. മലയുടെ മുകളിൽ നിന്ന് കാണുന്ന പ്രകൃതിയുടെ, പ്രത്യേകിച്ച് പച്ച നിറഞ്ഞ ഗ്രാമങ്ങളും വനങ്ങളും ഭക്തർക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും വലിയ ആകർഷണമാണ്. മുകളിലുള്ള നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കഴിയുന്നതും ഉച്ചയ്ക്ക് ശേഷം വരുന്നതാണ് അഭികാമ്യം. നല്ല വെയിലൊക്കെ താഴുന്ന സമയത്ത് വന്നാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.